ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്യാരറ്റ് പായസമാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് പായസം ഉണ്ടാക്കാനായി മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. 8 കാജ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു 1/3 കപ്പ് പച്ചരിയാണ് ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവരാനുള്ളതാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കാജു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അരി ചെറുതായി ഒന്ന് പൊടിയരി ഉണ്ടാവുമല്ലോ, അതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുമുണ്ട്. എന്നാൽ നമുക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുണ്ടാക്കാനായി സ്റ്റൗ మీద ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് അവിടെ നിന്ന് ചൂടായി വരട്ടെ. പിന്നീട് ഇതിലേക്ക് വേണ്ട നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റോസ്റ്റ് ചെയ്തതാണ്. ഇത് ഈ കിസ്മിസ് മാത്രമേ റോസ്റ്റ് ചെയ്യാണ്ടുള്ളൂ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേർത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അത് വേർത്ത് വന്നിട്ട് ഇത് കിസ്മിസ് വേർത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. പിന്നീട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരണം. അതിൻ്റെ പച്ച ചുവയെല്ലാം ഒക്കെ ഒന്ന് പോയി വരട്ടെ. ഇത് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലാണ്. ഒരു പായസമാണ്. ക്യാരറ്റ് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു പാക്കറ്റ് മിൽമ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി നമുക്ക് എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണം. ഇതും കൂടി ഒഴിച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വരണം. തിള വരുന്നുണ്ട്. പാലിവിടെ തിളക്കുവാൻ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/3 കപ്പ് ക്രഷ് ചെയ്തെടുത്തതാണ് ഈ പച്ചരി. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിയൊന്ന് ഇതിൽ വെന്ത് വരണം. അതിനാണ്, ഈ അരി വേവാൻ വേണ്ടിയാണ് 1 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ അരിയുടെ വേവുവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ, അതിലേക്ക് നമുക്ക് കാജു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ കൂടുതലായിട്ടും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നീട് ഒരു ഏലക്ക പൊടിച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നട്ട്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡിയാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.